നോക്കൂ, അവിടെ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് ഇരുന്നോളൂ. ആ തിരിഞ്ഞു നിൽക്കുന്ന ആള്, ചുവന്ന ഷർട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആള് ഇങ്ങോട്ട് നിൽക്കും. बैठ जाइए आप भी भाई, बैठ जाओ. मैं जिद्दी टाइप का आदमी हूं, नहीं बोलूंगा तब तक. ദയവ് ചെയ്ത് ഇരിക്കൂ, ദയവ് ചെയ്ത് ഇരിക്കൂ, ഇരിക്കൂ സഹോദരി, ഇരിക്കൂ. भाई जरा बताइए उनको बैठ जाए तब तक. സഹോദരി ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ സഹോദരി. ആ ചുവന്ന ഷർട്ട് ഇരിക്കൂ. प्लीज बैठ जाइए, प्लीज. ഇരിക്കൂ. मेरे साथ फिर से बोलिए, भारत माता की, भारत माता की. मेरे साथ इस मंच पर उपस्थित बथेरी विधानसभा की हमारी प्रत्याशी सी के जानू जी. जानू जी आगे आइए. जानू जी कम फॉरवर्ड. कालपट्टा से CTM सुबीस जी. सुबीस जी आगे आओ. मनांठावदी से श्री मुकुंदन पल्लियारा जी. मुकुंदन जी आगे आइए. ये तीनों लोगों को भारी बहुमत से जिताना है. भैया बोलिए. ഈ മൂന്ന് പേരെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. आप जिताएंगे भारी बहुमत से. നിങ്ങളെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കില്ലേ? तीनों लोगों को जिताएंगे. മൂന്ന് പേരെയും വിജയിപ്പിക്കില്ലേ? श्री VV राजन जी, श्री के सदानंदम जी, श्री KP सुरेश जी, PC मोहन मास्टर जी, पलियारा रमन जी, श्री PC गोपीनाथ जी, श्री KM पन्नू जी, श्री लक्ष्मी कोकोत्तरा जी, M मोहनन जी, प्रदीप कुन्नुकारा जी, प्रकाश मोरा जी, श्री प्रसिद्ध आजी कोड़े जी, साजी शंकर जी, के मोहनदास जी, प्रशांत मलवायल जी, और आज इस सभा में आए हुए प्यारे भाइयों, बहनों, माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों. ഈ വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ജീവന്റെ അംശമായ യുവമോർച്ചയുടെ പ്രവർത്തകരെ, मित्रों आज फिर एक बार मैं केरल की भूमि पर आया हूं. ए गॉड्स ओन कंट्री में आके हमेशा मुझे खुशी और आनंद होता है. ഞാൻ ഒരിക്കൽ കൂടി ഇതാ കേരളത്തിൽ വന്നിരിക്കുന്നു. ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വന്നിട്ട് എനിക്ക് അത്യന്തമായ ആഹ്ലാദമുണ്ടായിരിക്കുന്നു. ये भूमि श्री नारायण गुरुदेवन, चतंबी स्वामीकल, महात्मा अयंकली मनत्तु पद्मनाभन जी, अय्या वेंकुट स्वामीकल जैसे अनेक धार्मिक और सामाजिक सुधारकों की भूमि रही है. ഈ ഭൂമി ശ്രീനാരായണ ഗുരുദേവന്റെ, ചട്ടമ്പി സ്വാമികളുടെ, മഹാത്മാ അയ്യങ്കാളിയുടെ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ പോലുള്ള വലിയ സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത ഭൂമിയാണ്. मित्रों यही भूमि आदि शंकर की भी जन्मभूमि रही है. ഈ ഭൂമി ആദിശങ്കരന്റെയും ജന്മനാടാണ്. और यहीं पर अनेक धार्मिक और सामाजिक आंदोलन समाज सुधार के हुए हैं. ഈ ഭൂമിയിൽ ഒരുപാട് ധാർമ്മികവും അതുപോലെ തന്നെ സാമൂഹ്യവുമായ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്ന ഭൂമിയാണ്. आज मैं यहाँ पश्चिम घाटी में वायनाड जिले में सी के जानू जी के क्षेत्र में प्रचार करने आया हूं. सी के जानू जी बड़ी आदिवासी नेत्री हैं. पूरी जीवन उन्होंने आदिवासियों को समर्पित किया है और 2016 से ही
मोदी जी के नेतृत्व में एनडीए के साथ जुड़ी है। मैं आप सबको अपील करने आया हूं, सीके जानू जी को प्रचंड बहुमत से आप जिताइए। സുഹൃത്തുക്കളെ, ഞാൻ ഈ പശ്ചിമഘട്ടത്തിൽ വയനാടിൽ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ആദരണീയായ ശ്രീമതി സി കെ ജാനുജിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. അവർ 2016 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിച്ച് നരേന്ദ്രമോദിജിയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. തന്റെ ജീവിതം മുഴുവൻ ആദിവാസി സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച വലിയ നേതാവാണ് അവർ. അവരെ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. मित्रों, ये वायनाड हमारा राहुल बाबा का भी मत क्षेत्र है। ഈ വയനാട് സുഹൃത്തുക്കളെ നമ്മുടെ രാഹുൽ ജിയുടെ മണ്ഡലം കൂടിയാണ്. राहुल बाबा बोला मैं, രാഹുൽ ബാബയുടെ മണ്ഡലം കൂടിയാണ്. मित्रों, राहुल बाबा 15 साल अमेठी के सांसद रहे। अमेठी की स्थिति तब तक नहीं सुधारी, बाद में अमेठी से वायनाड आए। 15 വർഷക്കാലം അമേഠിയുടെ ജനപ്രതിനിധിയായിരുന്നു രാഹുൽ ബാബ. പക്ഷേ അമേഠിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ഓടി വയനാട്ടിലേക്ക് വന്നതാണ്. मैंने राहुल बाबा जैसा टूरिस्ट पॉलिटिशियन नहीं देखा है। कहां अमेठी, कहां वायनाड, मगर वायनाड वालों यहां पर भी टूरिज्म करने के लिए ही आए हैं। वायनाड के विकास में कुछ नहीं होने वाला। ഞാൻ ഇതുപോലത്തെ രാഹുൽ ബാബയെ പോലുള്ള രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അമേഠിയിൽ, ചിലപ്പോൾ വയനാട്ടിൽ അദ്ദേഹം ഒരു വിനോദസഞ്ചാരിയായി വന്നിരിക്കുകയാണ്. ഒരു വികസനവും അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. मित्रों, मगर मैं आपको गारंटी देता हूं, वायनाड में भारतीय जनता पार्टी और सीके जानू को जिता दीजिए, भाजपा के हमारे प्रत्याशी को जिता दीजिए। वायनाड को देश में सबसे विकसित जिला बनाने का काम भारतीय जनता पार्टी और एनडीए के विधायक करेंगे। എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നു, നിങ്ങൾ വയനാട്ടിൽ നിന്നും സി കെ ജാനുവിനെ വിജയിപ്പിച്ചാൽ, മറ്റ് എൻഡിഎ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ, ഞങ്ങൾ വയനാടിനെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗതി നേടിയ ജില്ലയാക്കി മാറ്റുമെന്ന്. मित्रों, कांग्रेस और गांधी परिवार के लिए जनता केवल वोट बैंक है। जनता केवल वोट बैंक है और सरकार मनी बैंक है। സുഹൃത്തുക്കളെ, ഈ ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും ജനങ്ങൾ കേവലം വോട്ട് ബാങ്കുകൾ മാത്രമാണ്. സർക്കാർ പണമുണ്ടാക്കാനുള്ള ബാങ്കുകളുമാണ്. मित्रों, जब यूपीए की सरकार 10 साल रही केंद्र में, देश की जनता ने उनको मैंडेट दिया। मैंडेट तो जनता का विकास करने का था। जनता का विकास तो नहीं हुआ, मगर 12 लाख करोड़ 12 लाख करोड़ रुपए के घपले, घोटाले और करप्शन करने का काम यूपीए ने किया। സുഹൃത്തുക്കളെ, 10 വർഷം യുപിഎ സർക്കാർ ഇന്ത്യ ഭരിച്ചു. അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ജനവിധി നൽകിയത് ഇവിടെ വികസനം കൊണ്ടുവരാനാണ്. പക്ഷെ അവർ വികസനം കൊണ്ടുവന്നില്ല. അവർ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി, കുംഭകോണങ്ങൾ നടത്തി പണം സമ്പാദിച്ചു. हमारे प्रधानमंत्री नरेंद्र मोदी जी ने केरल के लिए फास्ट का विजन रखा है। FAST, एफ से मतलब है फिशरीज और फर्टिलाइजर, ए से मतलब है एग्रीकल्चर और आयुर्वेद, एस से मतलब है स्किल डेवलपमेंट एंड सोशल एम्पावरमेंट, और टी से मतलब है टूरिज्म और टेक्नोलॉजी। ये सारी चीजें
केरल के विकास की नींव बन सकती है, फाउंडेशन बन सकती है। ഈ കേരളത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ AST എന്ന് പറയുന്ന 3 കാര്യങ്ങൾ, എ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷി, അതുപോലെ തന്നെ ഇവിടത്തെ വികസനം, അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ നൈപുണ്യ വികസനം, തൊഴിൽ ദാനം, അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ ടൂറിസം, ആ ടൂറിസത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ വികസനം, ഇതെല്ലാം സാധ്യമാക്കി നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ്. भैया टूरिज्म और टेक्नोलॉजी, ടൂറിസത്തിന്റെ കൂടെ സാങ്കേതികമായ വിദ്യയുടെ വികസനവും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സാധ്യമാക്കി. मित्रों, पिछले कुछ वर्षों से करीब करीब 2 दशक से केरल का विकास थमा पड़ा। ये केरल पूरे देश में पर्यटन के अंदर, टूरिज्म के अंदर 1 नंबर था। सबसे ज्यादा लिटरल प्रदेश कोई था तो ये हमारा केरल है। मगर 2 दशक से LDF, UDF, UDF, LDF, LDF, UDF, UDF, LDF, केरल का विकास बंद पड़ा हुआ है। और ये केरल भ्रष्टाचार के अंदर, तुष्टीकरण के अंदर, एपीसमेंट के अंदर और पॉलिटिकल वायलेंस के अंदर फंसा पड़ा है। സുഹൃത്തുക്കളെ, ഈ കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന പ്രദേശമായിരുന്നു. അതുപോലെ തന്നെ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ UDFും LDFും മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവര് കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ അഴിമതി നടത്തുന്നു, വർഗീയ ധ്രുവീകരണം നടത്തുന്നു, ഇവിടെ വലിയ തട്ടിപ്പ് നടത്തുന്നു. അവർ ഈ സംസ്ഥാനത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. मित्रों, UDF और LDF दोनों एपीसमेंट की पॉलिटिक्स करते हैं और NDA डेवलपमेंट की पॉलिटिक्स करता है। സുഹൃത്തുക്കളെ, ഈ UDFും LDFും ഇടതും വലതും മുന്നണികൾ പ്രീണന രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ BJP വികസനത്തിന്റെ രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത്. मित्रों, ये UDF और LDF, कम्युनिस्ट और कांग्रेस दोनों कंफ्यूज पार्टी है, बहुत कंफ्यूज है। यहां पर तो एक दूसरे के खिलाफ लड़ते हैं और बंगाल में कांग्रेस और कम्युनिस्ट इलू इलू करते हैं, साथ में चुनाव लड़ते हैं। ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ UDFും LDFും അവർ ആശയക്കുഴപ്പത്തിലാണ്, അവർ പ്രതിസന്ധിയിലാണ്. ഇവിടെ അവർ തമ്മിൽ മത്സരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു. എന്നാൽ ബംഗാളിലെത്തിയാൽ ഐ ലവ് യു ആണ്. അവർ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആശയക്കുഴപ്പത്തിലാണ് ഇവർ. यहां एक दूसरे के खिलाफ लड़ना, वहां गले मिलकर लड़ना। मैं कम्युनिस्टों और कांग्रेस पार्टी को पूछना चाहता हूं, आप सिद्धांतों की पॉलिटिक्स करते हैं या पॉलिटिक्स सत्ता के लिए करते हैं? ഇവിടെ ഇവരെ പരസ്പരം മത്സരിക്കുന്നു, അവിടെ ഒരുമിച്ച് നിൽക്കുന്നു. ഇവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആദർശത്തിന്റെ രാഷ്ട്രീയമാണോ നിങ്ങളുടേത്, അതല്ല അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണോ നിങ്ങളുടേത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मित्रों, कांग्रेस और कम्युनिस्ट दोनों सी से शुरू होता है और कंफ्यूजन भी सी से शुरू होता है। ये दोनों पार्टियों की पॉलिसी में कंफ्यूजन है, नीयत में कंफ्यूजन है और लीडरशिप नेतृत्व में भी कंफ्यूजन है। ये दोनों कंफ्यूज पार्टी है, वो केरल का भला नहीं कर सकते। കോൺഗ്രസ് തുടങ്ങുന്നത് സി എന്ന അക്ഷരത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് തുടങ്ങുന്നത് സി എന്ന അക്ഷരത്തിലാണ്, കൺഫ്യൂഷൻ തുടങ്ങുന്നതും സി എന്ന അക്ഷരത്തിലാണ്. ഇവർക്കാകെ കൺഫ്യൂഷനാണ്. നയങ്ങളിൽ കൺഫ്യൂഷൻ, നേതൃത്വത്തിൽ കൺഫ്യൂഷൻ, അതുപോലെ തന്നെ സിദ്ധാന്തത്തിലും കൺഫ്യൂഷനാണ് ഇവർക്ക്. और ये दोनों पार्टियों ने मिल जाना चाहिए और नई पार्टी बनानी चाहिए,
कॉमरेड कांग्रेस पार्टी बनानी चाहिए, तभी जाकर जनता को इनकी सच्चाई मालूम पड़ेगी। ഇവര് നിലവിലുള്ള രണ്ട് പാർട്ടികളും കൂടി ഒന്നാക്കി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. अरे भाई कॉमरेड कांग्रेस पार्टी, आप क्या बोल रहे हो? കോമ്രേഡ് കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. आप लिखिए, मैं जो बोलता हूं वही बोलिए, अपना आपका नंबर डालिए अंदर। और यूडीएफ और एलडीएफ में आप बदल करोगे तो यू की जगह एल आ जाएगा और एल की जगह यू आ जाएगा, कोई फर्क नहीं पड़ेगा। ഈ രണ്ട് കൂട്ടരും തമ്മിൽ യോജിക്കുമ്പോൾ എല്ലിന്റെ സ്ഥലത്ത് യു, ആ യുവിന്റെ സ്ഥലത്ത് എല്ല്, ഇത് മാത്രം മാറ്റിയാൽ മതി, വേറൊരു വ്യത്യാസവും വരുത്തേണ്ട ആവശ്യമില്ല. डॉलर स्कैम की जगह सोलर स्कैम आएगा, कोई फर्क नहीं पड़ेगा। ഡോളർ എന്ന വാക്കിന് പകരം സോളാർ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി, ഒരു വ്യത്യാസവുമില്ല. भगवान अय्यप्पा के भक्तों पर लाठी चलने की जगह भगवान पद्मनाभ स्वामी के भक्तों पर लाठी चलेगी, कोई फर्क नहीं पड़ेगा। ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാരുടെ മുകളിലേക്ക്, ശരീരത്തിലേക്ക് രാത്രി ചാർജ് ചെയ്യുന്നു, അതിന് മറ്റേ കൂട്ടർ ശ്രീ പത്മനാഭ സ്വാമിയുടെ ഭക്തന്മാർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുന്നു, ഒരു വ്യത്യാസവുമില്ല. और सीपीएम के पास एसडीपीआई है तो कांग्रेस के पास मुस्लिम लीग है, कोई फर्क नहीं पड़ेगा। കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ SDPI ഉണ്ട്, കോൺഗ്രസുകാരുടെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, വ്യത്യാസമില്ല. मित्रों, पिनराई विजयन के नेतृत्व में गोल्ड स्कैम हुआ, उनको बदलोगे तो कांग्रेस की सरकार आएगी जो सोलर स्कैम करने वाले को मुख्यमंत्री बनाएगी। പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വർണ്ണ കള്ളക്കടത്തിലാണ് പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റി കോൺഗ്രസ് വന്നാൽ അത് സോളാർ അഴിമതിയിൽപ്പെട്ട കൂട്ടരായിരിക്കും അധികാരത്തിൽ വരിക. मित्रों, मैं जब भी आता हूं विजयन जी को सवाल पूछता हूं, वो बड़ा गुस्सा हो जाते हैं कि अमित भाई सवाल क्यों पूछते हैं? अरे विजयन जी, आप मुख्यमंत्री है, आपको सवाल नहीं पूछूंगा तो किसको पूछूंगा, बताइए जरा। ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വരുന്നു അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വരും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, ഞാൻ അങ്ങയോടല്ലാതെ പിന്നെ ആരോടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? मित्रों, मैं आज फिर से इनके सामने सोलर डॉलर स्कैम के लिए, गोल्ड स्कैम के लिए कुछ सवाल दोहराना चाहता हूं। बार बार इसलिए दोहराता हूं कि इन्होंने जवाब नहीं दिए हैं। ഞാൻ വീണ്ടും ഈ ഡോളർ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ചോദിച്ചപ്പോഴൊന്നും എനിക്ക് മറുപടി ലഭിച്ചിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. क्या गोल्ड और डॉलर स्कैम का मुख्य आरोपी आपके अधीन आपकी ऑफिस में काम करता था या नहीं करता था? ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും ഡോളർ കള്ളക്കടത്തിലെയും പ്രധാന കുറ്റാരോപിതൻ അങ്ങയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നുവോ ഇല്ലയോ? क्या आपकी सरकार ने उनको 3 लाख रुपया हर महीने वेतन दिया था या नहीं दिया था? അങ്ങയുടെ ഗവൺമെന്റ് ആ വ്യക്തിക്ക് മാസം 3 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരുന്നോ ഇല്ലയോ? उस वक्त के आपके प्रिंसिपल सेक्रेटरी ने ये तस्करों की मदद की थी या नहीं की थी? അന്ന് അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നുവോ ഇല്ലയോ? आपके प्रिंसिपल सेक्रेटरी ने ये आरोपी महिला को सरकारी खर्चे से विदेश का टूर कराया था या नहीं कराया था? ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി
ഈ കുറ്റാരോപിതയായ മഹിളയെ ഗവൺമെന്റിന്റെ ചെലവിൽ വിദേശ സന്ദർശനം നടത്താൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നോ ഇല്ലയോ? ये आरोपी महिला बार बार सीएम हाउस पर क्यों आती थी? ഈ ആരോപണ വിധേയയായ ഈ മഹിള എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നും പിന്നും വീണ്ടും വീണ്ടും വന്നത്? एयरपोर्ट पर स्मगलिंग होने के बाद, पकड़े जाने के बाद सीएम ऑफिस ने उनको बचाने के लिए फोन किया था या नहीं किया था? ഈ എയർപോർട്ടിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സ്വർണം പിടിച്ചതിന് ശേഷം അങ്ങയുടെ ഓഫീസിൽ നിന്നും ആ പിടിച്ച സ്വർണം വിട്ടുകൊടുക്കാൻ ഫോൺ പോയിരുന്നോ ഇല്ലയോ? आपने ईडी और कस्टम के ऑफिसरों पर जो हमला हुआ, इसकी डिटेल जांच क्यों नहीं की? ഈ അന്വേഷണം നടത്തുന്ന ഇഡിയുടെയും കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടന്ന അക്രമത്തിനെതിരെ അങ്ങയുടെ ഗവൺമെന്റ് കൃത്യമായ അന്വേഷണം നടത്തിയോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? मित्रों, मैं विजयन जी को कहना चाहता हूं, जरा सी भी शर्म बची है तो चुनाव के पहले इन सारे सवालों के जवाब केरल की जनता के सामने देने चाहिए। എനിക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത്, അങ്ങക്ക് ആദർശമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് അങ്ങ് ഉത്തരങ്ങൾ നൽകണം. मित्रों, ये सीपीएम के लोगों ने सबरीमाला के मंदिर में प्रवेश करते हुए श्रद्धालुओं पर, महिलाओं पर, पुरुषों पर, बच्चों पर लाठी चार्ज कर कर अपना क्रूर और नास्तिक चेहरा केरल की जनता के सामने उजागर किया। സുഹൃത്തുക്കളെ, ഈ ശബരിമലയിൽ പോയ ഭക്തന്മാർക്ക് നേരെ അവിടത്തെ സ്ത്രീകൾ, കുട്ടികൾ, അമ്മമാർ അവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഭക്തജനങ്ങൾക്ക് നേരെ ഈ CPM സർക്കാർ ലാത്തി ചാർജ് നടത്തിക്കൊണ്ട് അവരുടെ ക്രൂരവും അവിശ്വാസത്തിന്റെയുമായ ക്രൂരമുഖം അവർ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. जब अयप्पा के श्रद्धालुओं को, अयप्पा के भक्तों को लाठी से पीटता जाता था, ये कांग्रेस पार्टी चुप बैठी थी। ഈ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ലാത്തി ചാർജ് നടക്കുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസുകാർ മിണ്ടാതിരിക്കുകയായിരുന്നു. बीजेपी और एनडीए का दृढ़ मत है, मंदिरों का मैनेजमेंट भक्तों के हाथ में होना चाहिए, नास्तिकों के हाथ में नहीं होना चाहिए। ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻഡിഎയുടെ നയം, ക്ഷേത്രത്തിന്റെ ഭരണം അത് വിശ്വാസികളുടെ കയ്യിലായിരിക്കണം, അല്ലാണ്ട് അവിശ്വാസികളുടെയും സർക്കാരിന്റെയും കയ്യിലായിരിക്കരുത് എന്നുള്ളതാണ്. मित्रों, ये कम्युनिस्ट पार्टी ने केरल पब्लिक सर्विस कमीशन को कम्युनिस्ट पार्टी का अड्डा बना दिया है। ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കേരളത്തിന്റെ PSCയെ, പബ്ലിക് സർവീസ് കമ്മീഷനെ അവരുടെ പാർട്ടിയുടെ ഒരു ഘടകമാക്കി മാറ്റിയിരിക്കുകയാണ്. और जो कम्युनिस्ट पार्टी नहीं चाहती, इसको नौकरी नहीं मिलती। കമ്മ്യൂണിസ്റ്റുകാർ PSC होल्डर अनु, उसको आत्महत्या करनी पड़ी, मगर उसको अपॉइंटमेंट नहीं मिली। സുഹൃത്തുക്കളെ, അവർ ആഗ്രഹിക്കാത്തവർക്കാർക്കും ജോലി കിട്ടുന്നില്ല. PSC ലിസ്റ്റിൽ റാങ്ക് ഹോൾഡറായി കടന്നു കയറിയ അനുവിന് തൊഴിൽ കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. मित्रों, केरल में जब बाढ़ आती है, केरल के मुख्यमंत्री विजयन जी अपने ईगो में मस्त रहते हैं, मछुआरों को मिलने की परवाह भी नहीं करते। 500 लोगों से ज्यादा लोगों की बाढ़ में जान गई, क्योंकि इन्होंने मिलिट्री और वायुसेना को समय पर नहीं बुलाया। ഈ കേരളത്തില് പ്രളയമുണ്ടായപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥത കാരണം, ഇവരുടെ നയങ്ങൾ കാരണം 500 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സമയത്ത് നമ്മുടെ കരസേനയെയും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെയും കേന്ദ്രസേനയെയും വിളിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. സമയത്ത് അത് വിളിക്കാതെ ഇത്രയും ആളുകളുടെ ജീവൻ ഇവർ ബലി നൽകി. मित्रों, एफिशिएंसी से उनका कोई लेन देन नहीं है,
वो केवल और केवल राजनीतिक हिंसा का भय फैलाकर सत्ता प्राप्त करने वाले लोगों में से। ये केरल के अंदर राष्ट्रीय स्वयंसेवक संघ और भारतीय जनता पार्टी के सैकड़ों कार्यकर्ताओं की हत्या हो गई है। क्या कम्युनिस्ट पार्टी ये समझती है कि हमारे कार्यकर्ताओं की हत्या कर कर आप हमें डरा दोगे? याद रखिए विजयन जी, ये भारतीय जनता पार्टी है, संघर्ष करने से नहीं डरती है। जितना अत्याचार का कादव फैलाओगे, कमल इतना ही ज्यादा खिलकर बाहर आने वाला है। ഈ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയമായ അക്രമം നടത്തുകയാണ്. അവര് കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ഈ കൊലപാതക രാഷ്ട്രീയം നടത്തുകയാണ്. ഇവരെന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ നിരവധി RSS BJP പ്രവർത്തകരെ കൊന്നു. നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമം കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന്? നിങ്ങൾ എത്രത്തോളം അക്രമം കാണിക്കുന്നു, എത്രത്തോളം എതിർപ്പ് കാണിക്കുന്നു, അത്രയും എണ്ണത്തിലും കരുത്തിലും താമര ഇവിടെ വിരിയുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ ചരിത്രം, കഴിഞ്ഞ കാല പ്രവൃത്തി അതാണ്. मित्रों, नरेंद्र मोदी सरकार ने 6.5 साल के अंदर केरल के विकास के लिए ढेर सारे काम किए हैं। കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. नेशनल हाईवे के लिए 65,000 करोड़ रुपीस, ദേശീയ ഹൈവേയുടെ വികസനത്തിനായി 65,000 കോടി രൂപ, कोची मेट्रो के विकास के लिए 1,957 करोड़ रुपीस, കൊച്ചി മെട്രോയുടെ വികാസത്തിനു വേണ്ടി 1,957 കോടി രൂപ, लोकल बॉडीज की मदद के लिए 12,544 करोड़ रुपीस, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 12,544 കോടി രൂപ, आपदा प्रबंधन के लिए, रिलीफ एंड रिहेबिलिटेशन के लिए 1,738 करोड़ रुपीस, ഈ ദുരന്ത സമയത്ത് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ, പുനരധിവാസം നടത്താൻ ആ ആവശ്യങ്ങൾക്കായി 1,738 കോടി രൂപ, एग्रीकल्चर के लिए 1,086 करोड़ रुपीस, ഈ കൃഷിക്ക് വേണ്ടി 1,086 കോടി രൂപ, राज्य को स्पेशल ग्रांट 1,100 करोड़ रुपीस, ഈ രാജ്യത്തിനു വേണ്ടി പ്രത്യേക രീതിയിലുള്ള സഹായത്തിന് 1,100 കോടി രൂപ. अभी अभी प्रधानमंत्री जी द्वारा 2,000 मेगावाट की पुगलूर त्रिशूल हाई वोल्टेज डायरेक्ट करंट प्रणाली सिस्टम उसका आरंभ किया गया है। ഈ അടുത്ത ദിവസം മധ്യ കേരളത്തിൽ 2 മെഗാവാട്ട് വൈദ്യുതി പദ്ധതി, അത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. कासरगोड के अंदर 50 मेगावाट सोलर पावर योजना, सोलर पावर की योजना तो हमने डाली, मगर हमने कोई स्कैम नहीं किया। കാസർഗോഡ് 50 മെഗാവാട്ടിന്റെ സോളാർ സൗരോർജ വൈദ്യുതി പദ്ധതി നമ്മൾ സോളാർ കൊണ്ടുവന്നു, പക്ഷെ നമ്മൾ ഒരു അഴിമതിയും അതിൽ കാണിച്ചിട്ടില്ല. कोची और तिरुवनंतपुरम को स्मार्ट सिटी बनाने का काम किया। കൊച്ചിയെയും തിരുവനന്തപുരത്തെയും സ്മാർട്ട് സിറ്റി ആക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 1100 करोड़ रुपया 9 अमृत सिटी के लिए लगाने का काम किया। 1,100 करोड़, 1,100 കോടി രൂപ നമ്മുടെ അമൃത് നഗരങ്ങൾക്കായി നീക്കി വച്ചിരിക്കുന്നു. കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ അമൃത് പദ്ധതിയിൽ. और ईयर 2022 के लिए फिस्कल 21-22 के लिए फिस्कल डेफिसिट ग्रांट 19,891 करोड़ रुपया देने का काम किया। നമ്മുടെ
വരുന്ന സാമ്പത്തിക വർഷം 2021-2022 സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക കമ്മി നികത്താൻ വേണ്ടി 1981 കോടി രൂപ പ്രത്യേക സഹായം നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു. कोची में प्रोपिलिन डेरिवेटिव पेट्रोकेमिकल प्रोजेक्ट PPDPP 6,000 करोड़ रुपए का डालने का काम किया. നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ഈ പെട്രോളിയം പദ്ധതി, നമ്മുടെ എണ്ണ പരിവേഷണ പദ്ധതിക്ക് വേണ്ടി, നമ്മുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി 6,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. मित्रों, अभी अभी राहुल बाबा यहाँ बहुत आते हैं, ये इनका क्षेत्र भी है. मैं राहुल बाबा को पूछना चाहता हूं, जब सोनिया मनमोहन सरकार थी तब 13 फाइनेंस कमीशन में आपने केरल को कितना रुपया दिया? എനിക്ക് ഈ അടുത്ത ദിവസം ഇവിടെ വന്നു പോയ ശ്രീ രാഹുൽ ബാബയോട് ചോദിക്കാനുള്ളത്, കേന്ദ്രത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് UPA ഗവൺമെന്റ് ആയപ്പോൾ 13ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് എത്ര രൂപയാണ് കൊടുത്തത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मित्रों, वो तो जवाब नहीं देंगे, मैं दे देता हूं. അവരുത്തരം പറയില്ല, പക്ഷെ ഞാൻ ഉത്തരം പറയാം. मित्रों, 13 फाइनेंस कमीशन में कांग्रेस सरकार ने केरल को 45,300 करोड़ रुपया दिया था. 45,300 और 13 फाइनेंस कमीशन में, और 14 फाइनेंस कमीशन में नरेंद्र मोदी जी ने केरल को 45,000 से बढ़ाकर 1,34,848 करोड़ रुपीस देने का काम नरेंद्र मोदी जी ने किया है. അവര് 13ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കൊടുത്തത് 45,300 കോടി രൂപ മാത്രമാണ്. എന്നാൽ നരേന്ദ്രമോദിജി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 14ാം ധനകാര്യ കമ്മീഷൻ 45,300 കോടി രൂപയുടെ സ്ഥാനത്ത് 1,34,848 കോടി രൂപയാണ് 14ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തത്. मित्रों, चुनाव तक अब मैं शायद केरल नहीं आऊंगा. मेरी 2 विनंती है, एक पिनराई विजयन जी से है और दूसरा केरल की जनता से. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഞാൻ കേരളത്തിൽ വരില്ല. ആ സമയത്ത് എനിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോടും ഈ പിണറായി വിജയനോടും ഒരു വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. पिनराई विजयन जी से मेरी विनम्रता पूर्वक हम्बल रिक्वेस्ट है कि मेरे सवालों के आप जरा जवाब दे दीजिए. പിണറായി വിജയനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങ് ദയവ് ചെയ്ത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. और केरल की जनता को मेरी विनंती है, LDF UDF से चक्कर से निकलिए और मोदी जी के नेतृत्व में विकास करने वाली कमल फूल की सरकार लाइए. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, ഈ LDF UDF ഈ മാസ്മര വലയത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടൂ. രക്ഷപ്പെട്ടിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ BJPയുടെ താമര ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ് പറയാനുള്ളത്. मित्रों, मैं आप सभी से फिर से एक बार अपील करता हूं कि कमल के फूल पर बटन दबाइए और भाजपा को, NDA को, CK जानू जी को प्रचंड बहुमत के साथ विजयी बनाइए. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. BJPക്ക് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി CK ജാനുവിന് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്. मेरे साथ दोनों हाथ उठाइए, उठाइए दोनों हाथ, विजय के संकल्प की मुट्ठी भींचिए और प्रचंड आवाज से बोलिए, भारत माता की, भारत माता की, भारत माता